ഹലോ. അപ്പോൾ എന്നെ കൊണ്ടുപോകേണ്ടി ഇവർ ടൂർ പോവാണ് ഗൈസ്. ട്രിപ്പ് എന്നൊക്കെ പറയാം. നിങ്ങളെ പോണേ? പൂണ്ടി, മാജിക്കൽ പൂണ്ടി. എനിക്ക് എന്തേലൊക്കെ വാങ്ങിച്ചോളൂട്ടാ. എനിക്ക് 2 മഷ്റൂം കൊണ്ടുവരാം. എന്തിട്ടെങ്കിലും കൊണ്ടുവന്നാ മതി. അപ്പോൾ ബാക്കിയുള്ളത് ഇതിന് വീഡിയോ കൊടുക്കും. ബൈ. നമ്മൾ കൊടൈസ് പോകുന്നുണ്ട്. ഒരുത്തം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം കേട്ടാ. നമ്മളൊക്കെ മുത്തിരിക്കാൻ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വന്ന് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ കാണാം. വിഷ്ണു വേഗം കൊണ്ടുവയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുര കയറി മുകളിലെത്താറായിട്ട് അപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. രക്ഷയുണ്ടായിരുന്നില്ല ഏട്ടാ, അടിപൊളി വ്യൂ ആയിരുന്നു. വീഡിയോ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അടിപൊളിയായിരുന്നു കേട്ടോ. മുകളിൽ നല്ല തണവായിരുന്നു കേട്ടോ, അടിപൊളി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. തണമെന്ന് പറയുമ്പോൾ രക്ഷയില്ല തണവായിരുന്നു. നമുക്ക് പുറത്തധികം നിൽക്കാൻ പോലും പറ്റുന്നതിൻ്റെ അത്രയ്ക്കും തണവായിരുന്നു. ഇപ്പോൾ ഈ വെയിലൊക്കെ വരുമ്പോഴാണ് ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറെ എവിടെയും കയറുന്നില്ല, നേരിട്ട് ഫുഡൊക്കെ ചെറുതായിട്ടൊരു ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. നമ്മൾ പൂണ്ടിയിലാണ് സ്റ്റേ ചെയ്തേട്ടാ. പൂണ്ടിയിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇതുണ്ടായിരുന്നു, സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. നമ്മുടെ വണ്ടി ഇവിടെ വരെ പോകുള്ളൂ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നടന്നു പോകണം കുറച്ച് ദൂരം. അല്ലെങ്കിൽ ഒരു ജീപ്പ് ഉണ്ടാവും. അടിപൊളി വ്യൂ ആണ്, പെട സ്ഥലമാണ് കേട്ടോ. നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അല്ലേ? സ്റ്റേ രക്ഷണായിരുന്നില്ല, നല്ല ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. നമുക്ക് ടെൻറ്റും ഉണ്ടായിരുന്നു, 2 ടെൻറ്റും ഒരു മഡ് ഹൗസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, എന്താ പറയുക, നല്ല തണവും സെറ്റായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി, അടിപൊളിയായിരുന്നു.
നമ്മുടെ ടെൻറ്റിൽ അവിടുത്തെ സ്റ്റേയിൽ 3 പട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവർ നേഴ്സ് കമ്പനിയാണ്, അടിപൊളിയാണ്. നമ്മളവരെ ട്രക്കിങ്ങിനൊക്കെ നമ്മളെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അടിപൊളിയാണ്. ഒരു ചെറിയ റോട്ടും പിന്നെ 2 നല്ലൊരു പടസാനങ്ങളാണ്. പേരെനിക്കറിയില്ല, കറക്റ്റ് മറന്നുപോയി ഞാൻ. രാത്രി നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. കൊടുക്കാത്ത തണവായിരുന്നു, തീ പോലും കത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ ഡീസലാണോ ടിന്നറാണോ എന്തോ വെച്ച് നമുക്ക് തീ കത്തിക്കുക ചെയ്തത്. അടിപൊളിയായിരുന്നു ക്ലൈമറ്റ്. പക്ഷെ നമ്മൾ തിരിച്ചത് കൊടകനാർ ടൗണിലെത്തിൻ്റെ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, അൽഫാമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാടയുടെ കോഴിയുടെ അത്ര വലിപ്പമുണ്ടായിരുന്ന അൽഫാമൊക്കെയാണ് കൊണ്ടു കൊടുത്തത്. അതിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ. ബൈ.